ഫെർദോ. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് 96 കിലോമീറ്റർ അകലെ പർവ്വത നിരകൾക്കുള്ളിൽ ഇറാൻ ഒളിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും മറ്റ് ലോക രാജ്യങ്ങളുടെയും പേടി സ്വപ്നമാണ് ഫെർദോ ആണവ കേന്ദ്രം. പുറമെ മലനിരകൾ, ഉള്ളിൽ രാജ്യങ്ങൾ തന്നെ തകർക്കാൻ പ്രഹരശേഷിയുള്ള അണുബോംബും. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലേക്ക് അമേരിക്കയും എത്താൻ കാരണം ഫെർദോ ആണവോർജ കേന്ദ്രമാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് 60 മൈൽ, ഏതാണ്ട് 96 കിലോമീറ്റർ അകലെ കോം നഗരത്തിനടുത്താണ് ഈ മലനിരകൾ. അതിനുള്ളിലാണ് ഇറാന്റെ ഫെർദോ ആണവോർജ കേന്ദ്രം. ലോകത്തിനു മുന്നിൽ ദുരൂഹതകളുടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു പർവ്വതനിര. ഇറാന് രഹസ്യങ്ങളുടെ കലവറയാണ് ഫെർദോ. ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഉപയോഗിച്ചിരുന്ന ടണലുകളാണ് ഫെർദോ പർവ്വതനിരകൾക്കുള്ളിലെന്നാണ് ലോകം ഒരിക്കൽ വിശ്വസിച്ചിരുന്നത്. അഥവാ അങ്ങനെയാണ് ഇറാൻ ലോകത്തെ വിശ്വസിപ്പിച്ചിരുന്നത്. അവിടെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമുണ്ടെന്ന് 2009 ഇറാൻ സ്ഥിരീകരിക്കുന്നത്. അതും പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ ഈ സത്യം ലോകത്തെ അറിയിച്ചതിന് ശേഷം. ഉള്ളിലെന്തെന്ന് ഇപ്പോഴും അവ്യക്തം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 6 പ്രവേശന കവാടങ്ങൾ, ടണലിലൂടെ ഭൂഗർഭ കോംപ്ലക്സിലേക്ക്, യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂജുകൾ, 2 വലിയ തുരങ്കങ്ങൾ, ചെറിയ തുരങ്കങ്ങളുടെ ശൃംഖല, ഇതൊക്കെയാണ് മലനിരയ്ക്കുള്ളിൽ. വ്യോമാക്രമണത്തിലും പരമ്പരാഗത ബോംബുകൾക്കും ഒന്നും തകർക്കാൻ കഴിയാത്ത അത്രയും സുരക്ഷിതമായാണ് ഫെർദോയിൽ ആണവ സമ്പുഷ്ടീകരണം. അതുതന്നെയാണ് ഇസ്രായേൽ ഇത്രയും കാലം നേരിട്ട വെല്ലുവിളി. ഭൂഗർഭ നിലയത്തിൽ 20 മീറ്റർ താഴെയാണ് നതാൻസ് ആണവ നിലയം. ഇവിടെ മുകൾ നിലയിലാണ് യുറേനിയം സമ്പുഷ്ടീകരണം. ഇത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തകർന്നു. പ്രധാന വൈദ്യുതി ലൈനുകളും ബാക്കപ്പ് ജനറേറ്ററുകളും തകർന്നെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലെ പ്രധാന ഉപകരണമാണ് സെൻട്രിഫ്യൂജുകൾ. 10,000 സെൻട്രിഫ്യൂജുകളാണ് ഇവിടെയുള്ളത്. പക്ഷേ ഫെർദോയിൽ അങ്ങനെയല്ല. പർവ്വതങ്ങൾക്കുള്ളിൽ 80 മുതൽ 90 മീറ്റർ വരെ താഴെയാണ് ഭൂഗർഭ ആണവ കേന്ദ്രം. ഏതാണ്ട് 262 മുതൽ 295 അടി വരെ താഴെ. എണ്ണത്തിൽ കൂടുതൽ സെൻട്രിഫ്യൂജുകൾ നതാൻസിലാണെങ്കിലും കരുത്തേറിയവ ഫെർദോയിലാണെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ലോക്കൽ ബോംബുകൾ കൊണ്ടോ സാധാരണ വ്യോമാക്രമണം കൊണ്ടോ ഫെർദോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാനാവില്ല. അതിന് സാക്ഷാൽ ബസ്റ്റർ ബോംബുകൾ തന്നെ വേണം. 13,000 കിലോ വരുന്ന ബസ്റ്റർ ബങ്കർ ബോംബുകളുള്ളത് അമേരിക്കയുടെ കൈവശമാണ്. GBU 57 മാസീവ് ഓർഡിനൻസ് പെർനട്രേറ്റർ എന്ന MOP, 18 മീറ്റർ വരെ ആഴത്തിലുള്ള കോൺക്രീറ്റും 61 മീറ്റർ വരെ ആഴത്തിലും ഭൂമി തുറന്ന് സ്ഫോടനം നടത്താൻ ശേഷിയുള്ളതാണ് MOP. പ്രതിരോധ വിദഗ്ധർ പറയുന്നതനുസരിച്ച് B-2 സ്റ്റെൽത്ത് യുദ്ധവിമാനം, സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ പോലും പെടാതെ അമേരിക്ക രഹസ്യമായി സൂക്ഷിക്കുന്ന വജ്രായുധം. 6.2 മീറ്റർ നീളമുള്ള MOP ബോംബുകൾ വഹിക്കാൻ B-2 ബോംബറുകൾക്ക് സാധിക്കൂ. ലക്ഷ്യത്തിന്റെ 12 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് തൊടുക്കും. സാറ്റലൈറ്റ് ഗൈഡൻസോടെ താഴേക്ക്. ഭൂഗർഭ നിലയത്തിലെത്തിയാൽ 2400 കിലോ വരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കും. ഫെർദോയിൽ വീഴുമോ ബങ്കർ ബസ്റ്റർ ബോംബുകൾ?